ഹലോ ഗായ്സ്, എനിക്കൊരു ടൈംലൈനിൽ നിൽക്കുന്നത് അങ്ങനെയാണ് നമ്മളത്. ഭയങ്കര പാവാട്ടാ. ഒന്നും ഞാൻ പറയുന്നതിന്റെ അപ്പുറം കറക്റ്റ്. ഞമ്മളെല്ലാം മുടിക്കുകയാണ് വിചാരിച്ചത്. ഞാൻ ജനിച്ചപ്പടി കിടക്കുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ 2 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ആസ്മിയെ ക്വസ്റ്റ്യൻ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 900 സംതിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നല്ല കുറേയെല്ലാം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു 31 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ ഫസ്റ്റ് പറയുന്ന റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇത്രക്കാരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് 900 സംതിങ് എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യം. നമ്മളെ കണക്ഷൻ ഉണ്ടാകുന്നത് തള്ളമാരുടെ കണക്ഷൻ, തള്ളമാർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ കണക്ഷൻ പറയാന്ന് വെച്ചാൽ ഞാനും ഇവളും സിസ്റ്റേഴ്സാണ്. ഇവളും ഞാനായിട്ട് ഒരു ബ്ലഡ് റിലേഷനും ഇല്ല. ഞാനും ഇവളും ഫ്രണ്ട്സാണ് കോളേജിൽ പഠിക്കുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നെയിം, ഏജ്. നെയിം എൻ്റെ പേര് അനന്തന, അനുശ്രീ, അഞ്ജന. ഓക്കെ, ഏജ് ആണ് ഇനി അടുത്ത പറയേണ്ടത്. അതാണ് നമ്മളെ മെയിൻ. കാരണം അതന്നെ. അപ്പം എൻ്റെയും ഇവളുടെയും വയസ്സ് 21, എനിക്ക് 24. ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ, എന്താ പറയാ, ഏജ്. പിന്നെ ഇത് കുഞ്ഞുമോളാണ് ഞമ്മളെല്ലാം മുറിക്കുകയാണ് വിചാരിച്ച ആൾക്കാർ. നമുക്ക് അതല്ല, ഒരാൾ പറഞ്ഞിട്ടോ 31, 32 വയസ്സ്. 28 to 31 വയസ്സ് അങ്ങനെ ആയിരുന്നു വിചാരിച്ചത്. ശരിക്കും പിന്നെ നമ്മൾ 90s ആക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2K ആട്ടോ. എല്ലാവരും ചോദിക്കുകയാണ്, ഞാനും ജസ്റ്റ്. ഓക്കെ. പിന്നെ സ്റ്റഡി ഓർ ജോബ്. ഇതിപ്പം ഞാനിപ്പോൾ CMA പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ജോബ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ വീട്ടിൽ നൈറ്റി ആണോ? അല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വീഡിയോക്ക് മാത്രമാണ് യൂസ് ചെയ്യാറ്. ഹൗ ആർ യു? +2 എവിടെയാണ് പഠിച്ചത്? ഞാൻ വടക്കുംപാട്. ഞാൻ കതിരൂര്. ഞാൻ തലശ്ശേരി ടൗൺ ഗേൾസിലാണ്. പിന്നെ 3 ഓഫ് യുവർ സിബ്ലിങ്സ് ഓർ ഫ്രണ്ട്സ്, അത് ഓൾറെഡി പറഞ്ഞു. വൈ ആർ യു ഓൾവേസ് വെയർ നൈറ്റ്? നമ്മൾ ഈ തള്ള വൈബ് എന്നൊരു തീം കൊണ്ടുവന്നപ്പോൾ തന്നെ ഫുള്ള് നൈറ്റിൽ തന്നെ ചെയ്യണമെന്ന് കൊണ്ടുവന്നത്. അപ്പം അങ്ങനൊരു തീമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ട്രിപ്പിൾസ് എന്നായിരുന്നു കേട്ടോ പേജ്. തുടങ്ങിയത് അത് നമ്മൾ എല്ലാ ഡ്രസ്സിലും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരു തള്ള വൈബിലേക്ക് വന്ന് മാക്സിയിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തപ്പോൾ പിന്നെ എല്ലാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ആക്കാമെന്ന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ഫേവറേറ്റ് നമുക്ക് മൂന്നാക്കും. ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, ഉറങ്ങാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ ഫേവറേറ്റ് എന്ന് പറയല്ലേ, ഇതന്നെ മെയിനായിട്ട്. സിനിമ കാണാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. കുറേ ആൻറ്റിമാരെ മക്കളൊക്കെ സുഖമായിരിക്കുന്നു. 3 മക്കൾ ഇപ്പോൾ ഡിഗ്രിയിൽ കോളേജിൽ പഠിക്കുന്ന മക്കളാണ്. പോയിട്ടാണ് സുഖം. എന്തോന്നാണ് ഈ അതെ, എല്ലാമാരാണ്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഈച്ച് അതർ? നമ്മൾ ജനിച്ചപ്പഴേ കണ്ട്. ഞാൻ ജനിച്ചപ്പഴേ ഇവിടെ കണ്ട്. ഇവള് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ ജനിച്ചപ്പഴേ അന്നെ കണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കണ്ടുമുട്ടിയ കഥ പറ. കോളേജിൽ എൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കണ്ടത്. രണ്ടാളും വേറെ വേറെ ക്ലാസ്സിലേനും. ഇപ്പോൾ ഡാൻസ് കളിക്കാനാണെങ്കിൽ ഇവളെ ക്ലാസ്സിൽ നിന്ന് ഒരാളും ഇല്ല, ഇവളെപ്പനും എൻ്റെ ക്ലാസ്സിൽ നിന്നും ആരുമില്ല. അങ്ങനെ ആരെയും
ആരോ ഒരാള് നന്ദു പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കണ്ട് നമ്മളൊരു ഡാൻസ് സെറ്റാക്കി കളിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ ഒരു പോണ്ട് അല്ലേ? അന്ന് ഇതുപോലെ എല്ലാത്തിനും കാരണം. ഭയങ്കര പാവാട്ടാ. ഒന്നും ഞാൻ പറയുന്നതിന്റെ അപ്പുറം കണക്കൂല. നീ എന്ത് ഇവിടെ ആയിട്ടുണ്ട്. ഈ അക്കൗണ്ട് ആരുടെ കയ്യിലാണുള്ളത്? 3 കയ്യിലുണ്ട്. പക്ഷെ മെയിനായിട്ട് വീഡിയോസ് ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഇവളാണ്. അത് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് മോളെ 9 മണിക്കുന്നു. അത് തലക്കാണി. അയ്യോ. പിന്നെന്താ, ബാബു തലമുറക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് അമ്മായിമാർക്ക്? അമ്മായിമാരായ കൊടുക്കും. ഇപ്പൊ കുട്ടികളാ അമ്മായി ആയിട്ടില്ല. അമ്മായിയായി. ഭാവി തലമുറ ഉണ്ടായാലും പറയാം. എല്ലാരും എന്താ പറയാ, ഈ തള്ള വൈബ് നമ്മളാ ഒരു പേജിൽ ഇടുന്നത് കൊണ്ട് തന്നെ തള്ളച്ചിമാരാക്കിയിട്ടാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലെ? ആന്റിമാര് എന്താ പറയാ, നമ്മളെക്കാളും മൂത്ത ഏട്ടന്മാരൊക്കെ വിളിക്കുന്ന വെച്ചാൽ ചേച്ചിമാരെന്നൊക്കെ. പ്രൊഫൈലൊക്കെ തിരിയില്ലേ? അതെ അതേപോലെ തന്നെ എന്റെ സങ്കടം അതല്ല കേട്ടാ. ഇതില് ഏറ്റവും മൂത്തത് ഞാനാന്നല്ല ചോദിച്ചിട്ടില്ലേ? ഇവിടെ കണ്ടപ്പോ അറിയുന്നില്ല. പക്ഷെ ഇവിടെയല്ലേ ഞാനാണ് ഇവരെ രണ്ടാളും നടുവിലുള്ള. സൂപ്പറാണ് നിങ്ങളുടെ ഡാൻസ്. എൻ്റെ ഏട്ടൻ്റെ പെണ്ണ് നിങ്ങളെ പോലെ അമ്മേനെ നൈറ്റ് എടുത്തിട്ട് തുള്ള ഇവിടെ. ഓക്കെ, അത് സന്തോഷം. തുള്ളിക്കോട്ടപ്പ നമ്മളെ കണ്ടിട്ട് അങ്ങനെയല്ല, ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തോട്ടെ. തുള്ളിക്കോട്ടെ. തന്റെ വൈബ് റിക്വസ്റ്റിംഗ് ഫോർ ലൈഫ് ടൈം കൊളാബറേഷൻ. ലൈഫ് ടൈം ഒക്കെ വേണോ? ഇങ്ങനൊരു പേജ് തുടങ്ങാൻ കാരണം ആരാണ്? ഞാൻ ഉണ്ടായിട്ടില്ല. ഈ ഒരു ഐഡിയയിൽ ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചാണ്. അങ്ങനെയല്ല തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ഏച്ചിയും ഞായറാഴ്ച ഡുവറ്റേഴ്സ് നല്ലൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടാളും പറഞ്ഞു ആദ്യം നമുക്കിങ്ങനെ ഒരു ചാനൽ ഒരു ഡാൻസ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വേറെ എന്താ പറയുക ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്ത്. അതിനിടയ്ക്ക് ഞാൻ എന്താക്കി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഡാൻസിൻ്റെ ഒരു ചെയ്യാൻ തരാം, നമുക്ക് 3 ആൾക്ക് മാത്രം. അപ്പോൾ Tribbles2K പറഞ്ഞൊരു പേരിട്ട്. എന്നിട്ട് ഫസ്റ്റ് മറ്റേ വേണോ വാശി എന്നൊരു പാട്ട് കളിക്കാൻ വെറൈറ്റി ആക്കാൻ വേണ്ടിട്ട് മാക്സി ഡാൻസിട്ട് അങ്ങനെ കളിച്ചതായിരുന്നു. പക്ഷെ പിന്നെ പെട്ടെന്ന് ഇവർക്ക് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ ഇതിലേക്ക് തുടങ്ങിയതാണ്. നിങ്ങളിൽ ആരെങ്കിലും 2K ഉണ്ടോ? ഒരു ഡൗട്ടാണ്. എന്തിനാ ഡൗട്ട്? നമ്മളെല്ലാം 2K. ബോർഡറിലാണെങ്കിലും ഞാനും 2K. നിങ്ങൾ തമ്മിൽ തല്ലുകൂടാറുണ്ടോ? നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവല്ലോ. ഞാനിവിടെ നല്ലോണം പിന്നെ കൂടുന്നതിന്റെ ഇതുണ്ടാവില്ല, ലിമിറ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാനും ഇവളും ഒരു വീഡിയോ ചെയ്യുമ്പോ ഡാൻസ് ചെയ്യുമ്പോ ഒരു ജസ്റ്റ് ഒരു വഴക്ക് അതപ്പൊ തന്നെ കഴിഞ്ഞില്ലേ. അല്ലാണ്ട് അങ്ങനെ അവളാണ് വഴക്കാണ്. നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ട്. ഓക്കെ. പിന്നെ ഫേവറേറ്റ് സോങ് എന്ന് വെച്ചാൽ ഓരോ സോങ് ഇറങ്ങുമ്പോൾ അതായിരിക്കും ഫേവറേറ്റ്. അത് കഴിഞ്ഞ് വേറെ സോങ് ഇറങ്ങുമ്പോൾ അതായിരിക്കും. അതൊക്കെ അങ്ങനെയാണ്. അല്ല അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല, എല്ലാം കണക്കന്നെ. Why did you 3 choose this username? Any reason behind it? By the way, it's interesting. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. ഫേവറേറ്റ് ആക്ടർ, ആക്ട്രസ് ആൻഡ് മൂവി ഇൻ 2024. 2024 ഞാൻ കണ്ടത് വെച്ചാൽ AR കണ്ടിട്ടുണ്ട്, അമരനും കണ്ടിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഒളിനൊന്നും കണ്ടിട്ടില്ല. ആക്ട്രസ്, ആക്ടർ ശിവകാർത്തികൻ ഇഷ്ടമാണ്, കുറെ ആൾക്കാർ ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഹൂ ഈസ് എൽഡർ? മിഡിൽ വൺ. ഡു യു മാരീഡ്? മാരീഡ് ഉണ്ട് അല്ലേ? നമ്മളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. Why are you
വെയറിങ് ഓൾവേസ് നൈറ്റീസ്. അത് ഓൾറെഡി പറഞ്ഞു നമ്മൾ ഒരു തീരുമാനം തന്നെ കൊണ്ടുപോകാൻ, അങ്ങനെ തന്നെ കൊണ്ടുപോകാനുള്ള പ്ലാനും. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി എന്നൊന്നും ചോദിക്കല്ലേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തേക്കലില്ലല്ലോ. ജന്മനാ ജന്മനാലുള്ള സൗന്ദര്യം. ജന്മനായുള്ള സൗന്ദര്യം. വാട്ട്സ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? ഞാൻ തന്നെ ചൈൽഡ്ഹുഡ് ഇവരെ കാണാത്തോണ്ട് എനിക്കങ്ങനെ ഒരുമിച്ചുള്ള മെമ്മറി ഒന്നുമില്ല. ഇവളായിട്ടുണ്ട്, എനിക്കൊന്നും പ്രത്യേകിച്ച് ഓർമ്മയില്ല. തലക്കടിച്ച് ഇവിടെ കണ്ടാ നിങ്ങളോട് അയ്യോ അതല്ല, അത് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഒരു ഇതുണ്ട്, അതൊന്ന് ഇവള് അടിച്ചല്ല തള്ളിയിട്ടാണ്. ഞാൻ ചുമരോട് പോയിട്ട് അടിച്ച് ബ്ലഡെല്ലാം ട്രാജഡിയാണ്. ഓക്കെ, അതൊരു മെമ്മറി ആയിരിക്കില്ല. ഇവളെന്നെ തലയാൻ വെച്ച് കൊല്ലാൻ വേണ്ടി ചെറുതില് ഞാൻ കുഞ്ഞു എനിക്ക് ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ ആന്നും വേണ്ടല്ല, ചെറുത് ഞാൻ കുഞ്ഞുമോള് മറ്റേ തൊട്ടില് കിടക്കുന്ന പ്രായത്തിൽ ഒരു ആരും ഇല്ലാത്തവരോ അമ്മമ്മയും അമ്മയെല്ലാം അപ്പുറത്ത് അലക്കാൻ പോയ സമയത്ത് ഇവിടെ തലക്കാനും എടുത്തിട്ട് അതിന്റെ മേലെ കേസ് കിടന്നു ഇരുന്നതാ. ഞാൻ അറിയില്ലല്ലോ കുഞ്ഞു. അന്നെ മാത്രം ക്രൂരത്തിയാക്കുന്ന ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഭാഗ്യം ജനിച്ചപ്പോ ഞാൻ നിങ്ങളെ കൂടെ ഇല്ല. മാക്സി ഇട്ട് റീൽ ചെയ്യുന്ന കോൺസെപ്റ്റ് ആരുടെ ആയിരുന്നു? അത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ പറയാൻ തോന്നുന്നു. മാക്സി ഇട്ട് വേണവാശി മാക്സി ഇട്ട് കളിക്കാന്ന് പറഞ്ഞത് ഇവളാ. പിന്നെ ആർ യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഡിഗ്രി? റീൽ കാണുന്ന വീട് നിങ്ങളുടെ ആണോ? നമ്മള് എന്റെ വീട്ടിൽ നിർത്തിന് ഇവരെ വീട്ടിൽ നിർത്തിന് എടുക്കലുണ്ട്. വീഡിയോസ് എടുക്കുന്ന അത് എടുത്തിരുന്ന ആൾക്കാർ വീഡിയോസ് നമുക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അവിടെ ഏട്ടന്മാരുണ്ട്, അപ്പുറത്തെ വീട്ടിലെ 2 ഏട്ടന്മാരുണ്ട്, സായവേട്ടനും സാങ്കോട്ടനും, അതുപോലെ തന്നെ എന്റെ ഏട്ടൻ, പിന്നെ ശിവാങ്ക്, പിന്നെ ഫോട്ടോഗ്രാഫി, വിഷ്ണു ഫോട്ടോഗ്രാഫി. ഇവരൊക്കെ ഒരുപാട് താങ്ക്സ്. ഇവരൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രം വന്നിട്ടുണ്ടോ? ഞാൻ 2-3 തവണ വന്നിട്ടുണ്ട്. തള്ള വൈബിന്റെ പേര് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? പ്രത്യേകിച്ചൊന്നും ഉദ്ദേശമൊന്നുമില്ല, ജസ്റ്റ് അത് ഇവക്കില്ലേ, ഇവക്കൊരു തള്ളേന്റെ ലുക്ക് ഉണ്ട്. അങ്ങനെയാണ് നമ്മളത്. എന്നാ ഇടയ്ക്ക് അങ്ങനത്തെ വർത്താനില്ലേ? സംഭവം ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ആ ഒരു ടൈപ്പ് സംസാരിക്കല്ലോ, തള്ള വൈബ് പോലെ. അപ്പൊ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തള്ള വൈബ് ഇപ്പൊ വീഡിയോസെല്ലാം കുറെ ട്രെൻഡിങ് ആണ്. അങ്ങനെ എല്ലാം പറഞ്ഞ് അങ്ങനെയായിരുന്നു കിട്ടിയ പേരാ. പിന്നെ അത് ഇവിടെ എങ്ങനെയൊക്കെ എത്തിപ്പോയി. അപ്പൊ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ മെയിനായിട്ട് നമുക്ക് അറിയാൻ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സജഷനൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.